നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന ആ പുസ്തകത്തോടു കൂടി ശ്രീ ബിജു പ്രഭാകർ എങ്ങനെ സർക്കാർ സർവീസിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കണമെന്നുള്ളത് ആർക്കെങ്കിലും അറിയാൻ പാടില്ലെങ്കിൽ ബിജുവിൻ്റെ ബുക്ക് വായിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഈ കൊള്ളക്കാർ എന്നൊരു പദം തന്നെ ഉപയോഗിക്കാമെന്ന് കരുതിയത്? ഈ ഗവൺമെൻറ്റോ ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റോ ഒന്നുമല്ല. എല്ലാ ഗവൺമെൻറ്റിലും ഒരു കൊള്ളയടിയുടെ ഒരു എലിമെൻ്റ് ഉണ്ട്. നിയമസഭ ഉണ്ടായി കഴിഞ്ഞപ്പം നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനത്തിനകത്ത് മഴ പെയ്ത് കഴിഞ്ഞപ്പം ചോർന്നു. 35 വർഷക്കാലത്തിൽ ഏറ്റവും വലിയ കൊള്ള നടക്കുന്നത് ഇതാ ഇങ്ങനെയാണ് എന്ന് പറയണമെങ്കിൽ സാർ ഏതായിരിക്കും? ഇപ്പം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ കൊള്ള നടന്നത് കിഫ്ബി വഴിയാണ്. അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ വിചാരിച്ചൊന്നും അഴിമതി നിൽക്കത്തില്ല. അപ്പോൾ അത് കഴിയുന്ന ഒഴിഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ട് പ്രശ്നം തിരിച്ചറിഞ്ഞാൽ സമൂഹം അത് അക്സെപ്റ്റ് ചെയ്യും, സൊല്യൂഷനിലേക്ക് അവർ പങ്കാളികളുമാകും. യഥാ രാജ തഥാ പ്രജ അല്ല, യഥാ പ്രജ തഥാ രാജ. പ്രജ എങ്ങനെ ആയിരിക്കും അതനുസരിച്ചിട്ടുള്ളത് കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുക, നമ്മളെ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മുൻകൈയിൽ ആരംഭിച്ച ഒരു സ്കീം ഒരു ഗുണവും നമുക്ക് കിട്ടിയിട്ടുമില്ല. കൊള്ളയുടെ എലിമെൻറ്റ് പ്ലാൻ ചെയ്യേണ്ടതല്ല. ഇത് ചോദ്യം ചെയ്യാത്തൊരു ജനതയുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ ജനങ്ങൾക്ക് കൊള്ള വേണം. ആ സപ്പോർട്ട് താങ്കൾക്ക് KSRTC സമയത്ത് തന്നിട്ടില്ല. അവിടെ എന്തെങ്കിലും നിസ്സഹായ അവസ്ഥ തോന്നി? അതിനുശേഷം ഞാൻ പാഠം പഠിച്ചു, 2 പാഠം പഠിച്ചു. ഒന്ന്, മന്ത്രിമാരുമായിട്ട് എല്ലാ കാര്യങ്ങളും കോൺഫിഡൻസിലെടുത്ത് വേണം പോകാൻ. 2 പറഞ്ഞാൽ അഴിമതി ഉണ്ടെങ്കിൽ ദൂരെ അന്നേരം ലീവ് എടുത്ത് വീട്ടിൽ പോയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാലിന്യ മാഫിയ ഉണ്ടോ? എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നെപ്പോളിയൻ്റെ വാക്കുകളാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമുക്ക് എല്ലാം പോസിബിളായിട്ടുണ്ട്.